Good afternoon, everyone. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So, what is this program? This is an integrated mains prelims TET series program. So, we have around 10 months ഉണ്ട് നമുക്ക് അടുത്ത പ്രിലിംസിന് മുന്നേ. ഓക്കെ, ഒരു മെയ് മാസത്തിലാണ് നമ്മുടെ പ്രിലിമിനറി എക്സാം വരുന്നത്. സോ അതുവരെ നമുക്ക് അറൌണ്ട് 10 months ഉണ്ട്. സോ ഈ ഒരു 10 മാസം ഇഫ് യു സ്റ്റഡി പ്രോപ്പർലി വിത്ത് എ സ്ട്രാറ്റജി, അടുത്തൊരു ആക്ടിവിറ്റി ക്ലിയർ ആവാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അതിൽ തന്നെ ഈ ഒരു 10 മാസത്തിൽ ഫസ്റ്റ് 4 months വി ഷുഡ് ഫോക്കസ് ഓൺ ദ മെയിൻസ് ആൻഡ് ദ നെക്സ്റ്റ് 6 months 5 to 6 months വി ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രിലിംസ്. സോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ. ഇഫ് യു ജോയിൻ ദിസ് പ്രോഗ്രാം we would give monthly targets, weekly targets and daily targets, and also we would give personalized mentorship. And ഇതൊരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം മാത്രമല്ല. ഓക്കെ, ഡെയിലി ആൻസർ റൈറ്റിങ്ങും അതുപോലെ തന്നെ വീക്ക്ലി സെക്ഷണൽ ടെസ്റ്റുകളും മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം പേഴ്സണൽ മെന്റർഷിപ്പ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വുഡ് ഗീവ് എ മെന്റർ. ഓക്കെ, ആ മെന്റർ 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. യു കുഡ് ആസ്ക് any doubts or queries. So this program is helpful for beginners, repeaters and working professionals also. Okay, then നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലോട്ട് കടക്കാം. The first news, ഇന്ത്യ ശാന്തി എന്ന് പറഞ്ഞേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ അകത്ത്. ന്യൂസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. Then next ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൗ മെയ്ഡ് ഇന്ത്യ ക്യാൻ കമ്മോഡിറ്റൈസ് AI. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസും അത് ഇന്ത്യയിൽ എങ്ങനെ എഫോർഡബിൾ ആക്കാം, ആക്സസിബിൾ ആക്കാം, എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ഇന്ത്യയിൽ, അതൊക്കെ എന്തൊക്കെയാണ് പൊട്ടൻഷ്യൽ അതിൻ്റെ. ഓക്കെ, ഇത്തരം മേഖല ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ടെമ്പററി റെസ്പൈറ്റ്, അതായത് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7.3% കഴിഞ്ഞൊരു 23 മാസം സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ദെൻ സെൻട്രൽ ഡിഫൻസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പാനൽ വിത്തൗട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതായത് നമുക്ക് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ, സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം എന്നുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് ജുഡീഷ്യറിയും ഗവൺമെൻറ്റും തമ്മിൽ തർക്കങ്ങളുണ്ട്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. Then how common are the cloud burst in India? ഇത് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ ഇന്നത്തെ ഹിന്ദു ട്രിവാൻഡ്രം എഡിഷനിൽ വന്നിരിക്കുന്നതാണ്. സോ ക്ലൗഡ് ബേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതെങ്ങനെ ഫോർമേഷൻ എങ്ങനെ എത്രത്തോളം ഫ്രീക്വൻ്റ് ആണ് ഇന്ത്യയിൽ, അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട്, അതെങ്ങനെ നമുക്ക് മീൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ എഫക്റ്റ്, അത്രയും കാര്യങ്ങളാണ്. Then the first news, the Bay of Bengal as India's Shanti anchor. അതായത് 2028-29 യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലോട്ടുള്ള നോൺ പെർമനന്റ് മെമ്പർഷിപ്പിലോട്ടുള്ള കാൻഡിഡേറ്ററിനായിട്ട് അതായത് ഇന്ത്യ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിൽ ഒരു കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനീഷ്യേറ്റീവ് കൊണ്ടുവരും. അതിലൊരു ക്യാമ്പയിൻ പോലെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ശാന്തി എന്ന് പറയുന്നത്. ഒരു ജസ്റ്റ് ലൈക്ക് എൻ ഇനീഷ്യേറ്റീവ്. നമുക്ക് ശാന്തി എന്താണെന്ന് പഠിക്കാം, ഇതൊന്നും അത്ര ഡെപ്തിൽ അറിയേണ്ട ആവശ്യമില്ല. സോ ഈ ശാന്തി എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം സെക്യൂറിങ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ത്രൂ നോംസ്, ട്രസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഒരു ഇനീഷ്യേറ്റീവ്. ആ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിൽ നിന്നാകാം എന്നാണ് തീരുമാനം. ഇതിനെക്കുറിച്ച് ഇതാണ് ന്യൂസ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ ശാന്തി. The first thing, Shanti's full form is securing holistic advancement through norms, trust and integrity. What is this എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മാരിടൈം സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്. ഒരു മാരിടൈം സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് ആണ്. ഇറ്റ്സ് പ്രൊമോട്ടിംഗ് ട്രസ്റ്റ്, റൂൾ ബേസ്ഡ് കോപ്പറേഷൻ, മാരിടൈം ഗവേണൻസ് ആൻഡ് ഡിസാസ്റ്റർ റിസൈലൻസ്. അതായത് മാരിടൈം മേഖലയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ അവിടെയുള്ള ട്രസ്റ്റ് ഉറപ്പുവരുത്താനും മാരിടൈം ഗവേണൻസിനും അവിടെ വരുന്ന ഡിസാസ്റ്റർ റിസൈലൻസ് ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ്. ഓക്കെ, ദെൻ നമ്മൾ ഈ മാരിടൈം മേഖലയിൽ ഇന്ത്യക്ക് പല ഇനീഷ്യേറ്റീവ്സും വേറെ ഉണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ദ സാഗർ,
അതായത് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾ ഇൻ ദ റീജിയൻ. ഇത് പഠിക്കണം കേട്ടോ, ഈ പേരുകൾ പഠിച്ചു. നമ്മുടെ മാരിടൈം മേഖലയിൽ ഇന്ത്യ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ആണ്. ഒന്ന് സാഗർ, രണ്ടാമത്തത് മഹാസാഗർ 2025. അതായത് എക്സ്പാൻഡ് ദ കോപ്പറേഷൻ അക്രോസ് ദ ഇൻഡോ പസഫിക് ആൻഡ് ഗ്ലോബൽ സൗത്ത്. ഈ ഒരു മേഖലയിൽ ഇൻഡോ പസഫിക് റീജിയനിലോട്ടും ഗ്ലോബൽ സദേൺ റീജിയനിലോട്ടും ഇതിന്റെ കോപ്പറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് മഹാസാഗർ എന്ന് പറയുന്നത്. ദെൻ ഇപ്പം നിലവിൽ വന്നേക്കുന്നതാണ് 2026 ശാന്തി ഓപ്പറേഷണൽ ഫ്രെയിംവർക്ക് എംഫസൈസിങ് നോം ട്രസ്റ്റ് ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 ഇനീഷ്യേറ്റീവിന്റെ കാര്യം പഠിച്ചു വയ്ക്കാം. ദെൻ വൈ ദിസ് ഇനീഷ്യേറ്റീവ് ഈസ് ഫോക്കസിങ് ഫസ്റ്റ് ഓൺ ദ ബേ ഓഫ് ബംഗാൾ. അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബേ ഓഫ് ബംഗാളിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ സൗത്ത് ഏഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ദിസ് ഈസ് ബേ ഓഫ് ബംഗാൾ. ഇന്ത്യയുടെ ഇവിടെയാണ് ബേ ഓഫ് ബംഗാൾ എടുക്കുന്നത്. അതായത് സൗത്ത് ഏഷ്യ ഇന്ത്യക്ക് ഉൾപ്പെടും. അതിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു സീ ആണ് എന്ത്? ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. കണക്ടിങ് ബേ ഓഫ് സൗത്ത് ഏഷ്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. ദ സെക്കൻഡ് ഈസ് ഇന്ത്യാസ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയും. നമുക്കൊരു പോളിസി ഉണ്ട്. നമുക്ക് ആദ്യം ലുക്ക് ഈസ്റ്റ് പോളിസി ആയിരുന്നു, പിന്നെ അത് ആക്ട് ഈസ്റ്റ് പോളിസി ആയി. അതായത് ഈസ്റ്റേൺ രാജ്യങ്ങളായിട്ട്, അതായത് സൗത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടി അല്ലെങ്കിൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ദിസ് ബേ ഓഫ് ബംഗാൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ദ മലാക്ക സ്ട്രേറ്റ്. നോക്കും, ദിസ് ഇസ് എ മലാക്ക സ്ട്രേറ്റ്. ഇവിടെ മലേഷ്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അപ്പൊ ഇതിനിടയിൽ നടക്കുന്ന ഒരു കടലെടുക്കാണ് മലാക്ക സ്ട്രേറ്റ്. ദിസ് മലാക്ക സ്ട്രേറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ ആൻഡമാൻ സീ അല്ലെങ്കിൽ ബംഗാളിന്റെ ഭാഗം തന്നെയാണ്. അതിനെ ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്, മീൻസ് ഇന്തോനേഷ്യനായിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു മലാക്ക സ്ട്രേറ്റ് ആണ് നമ്മുടെ ഗ്ലോബൽ ട്രേഡിങ്ങിനും ഓയിൽ എക്സ്പോർട്ടിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് മലാക്ക ഡിലേമ ഫോർ ചൈന. മലാക്ക ഡിലേമ ഫോർ ചൈന എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചൈനയുണ്ട്. ഈ ചൈനയിലോട്ട് ഈ ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു വഴിയിൽ കൂടെയാണ് ചൈനയിലോട്ട് വരുന്നത് മെയിനായിട്ടും. സോ ഇത് ഭയങ്കര, ഈ ഒരു മലാക്ക സ്ട്രേറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ചൈന. ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ എക്കണോമി തകരും ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് ഇതെങ്ങനെ ഇമ്പോർട്ടൻ്റ് ആകുന്നത്? ഇഫ് യു ഹാവ് എനി പ്രോബ്ലം, ഇന്ത്യയിൽ ഒരു ഭാവിയിൽ നിന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൈനേനെ നമുക്ക് ഇഷ്യൂ ഇവിടെ മാത്രമല്ല, ചൈനയ്ക്ക് ഇവിടെ ബോർഡർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരണമെങ്കിൽ ചൈനനെ എതിർക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ എക്കണോമി തകർക്കണം എന്നുണ്ടെങ്കിൽ ഏതൊരു രാജ്യത്തിനും ഇവിടെ മലാക്ക സ്ട്രേറ്റിലോട്ട് ബ്ലോക്ക് ചെയ്താൽ മതി. സോ ചൈനയ്ക്ക് പ്രശ്നം വരും. സോ അതാണ് ചൈനയുടെ മലാക്ക ഡിലേമ എന്ന് പറയുന്നത്. സോ ഇത് ഹാവ് ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഗ്ലോബൽ ട്രേഡ് ആൻഡ് എനർജി റൂട്ടുകളിൽ ഒന്നാണ് ദിസ് ബേ ഓഫ് ബംഗാൾ. ഓക്കെ, ദെൻ മേജർ ചലഞ്ചേഴ്സ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. ഈ റീജിയനിലെ പ്രധാനപ്പെട്ട ചലഞ്ച് ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ്. ലൈക്ക് ട്രോപ്പിക്കൽ സൈക്ലോണൊക്കെ ഒരുപാട് ഏരിയയിലുണ്ട്. ദെൻ ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗ്. അതായത് ഇല്ലീഗലായിട്ട് ഫിഷ് ചെയ്യുക, നമുക്ക് ബോട്ടം ട്രോളിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ മെത്തേഡുകളുണ്ട്, അതൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മാരിടൈം പൊല്യൂഷൻ കൂടുതലാണ് ഈ ഒരു മേഖലയിൽ. സൈബർ വൾണറബിലിറ്റീസ് ഉണ്ട്, സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ്, അണ്ടർ സീ കേബിളിന്റെ സെക്യൂരിറ്റി, ബ്ലൂ എക്കണോമി ഗവേണൻസ്. ഈ മേഖലയിലൊക്കെ ഈ ബേ ഓഫ് ബംഗാൾ റീജിയനിൽ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ വൈ ശാന്തി ഈസ് നീഡഡ്? അങ്ങനെയാണെങ്കിൽ ശാന്തിയുടെ ഇമ്പോർട്ടൻസ് എന്താ? ദ റീജിയൻ ഹാസ് മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ട് ഹാസ് ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഈ റീജിയനിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ ലോട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബട്ട് അവരുടെ കോർഡിനേഷൻ വളരെ കുറവാണ്. അപ്പോൾ ശാന്തി എന്ന് പറഞ്ഞ ഇനീഷ്യേറ്റീവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം സോൾവ് ആവും. ഇറ്റ് സീക്സ് ടു സ്ട്രെങ്തൻ ദ മാരിടൈം സെക്യൂരിറ്റി, ഇംപ്രൂവ് ഡിസാസ്റ്റർ റെസ്പോൺസ്, ബ്ലൂ എക്കണോമി, എൻവയോൺമെന്റൽ റിസൈലൻസ് ആൻഡ് ട്രസ്റ്റ് ബേസ്ഡ് റീജിയണൽ കോർപ്പറേഷനും ഈ ഒരു ഇനീഷ്യേറ്റീവ് സഹായിക്കും. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായത്, 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതായത് ഒരു ഇൻഡെക്സ് ആണ്. അതെന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. ഓക്കെ, ഒരു ഇൻഡെക്സ് ആണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് റിലീസ്ഡ് ബൈ ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് മോസ്പി എന്ന് പറയില്ല നമ്മൾ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ്റെ കീഴിലെ NSY ആണ് ഇങ്ങനൊരു ഇൻഡെക്സ് കൊണ്ടുവരുന്നത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസിന്റെ പെർഫോമൻസ് ഇന്ത്യയിൽ എങ്ങനെയാണ് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇത് മന്ത്ലി പബ്ലിഷ് ചെയ്യും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ മാസവും ഈ ഇൻഡെക്സ് ന്യൂസിൽ വരുന്നതാണ്. സോ ഷോർട്ട് ടേം ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രി ഔട്ട്പുട്ട് ഇത് മെഷർ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 3 സെക്ടേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് കവർ ആകുന്നത്: മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ഇൻഡിക്കേറ്ററാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. സോ ദിസ് ഈസ് ദ ഇൻഡെക്സ്. ദെൻ അതിൻ്റെ കറണ്ട് അഫയേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ന്യൂസ് പറയുകയാണെങ്കിൽ, ദിസ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഈസ് ഷോയിങ് 7.3% ഗ്രോത്ത് ഇൻ ജൂൺ മന്ത്. ജൂൺ മാസത്തിൽ 7.3% ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്. സോ ഇത് കഴിഞ്ഞ 23 മാസം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്തും ആണ്. ഈ ഗ്രോത്ത് ഇത്രത്തോളം കൂടാൻ കാരണം മാനുഫാക്ചറിങ്, ക്യാപിറ്റൽ ഗൂഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, എക്സ്പോർട്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് മൈനിങ് ഈ സെക്ടേഴ്സിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഈ ഒരു ഇൻഡെക്സിന് ഇത്രത്തോളം കൂടാൻ കാരണം. ഓക്കെ, ഇങ്ങനൊരു ഇൻഡെക്സ് അധികം ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓരോ മന്തിലും ഇതുപോലെ ഇൻഡെക്സ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ 7.3 ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് സ്ട്രോങ് ഡൊമസ്റ്റിക് ആൻഡ് എക്സ്റ്റേണൽ ഡിമാൻഡ് കൊണ്ടാണ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രീസിന് ഡൊമസ്റ്റിക്, അതായത് ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ട്സിനൊക്കെ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്രത്തോളം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇൻ ഡെപ്തിൽ ഇത് പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ഓരോ മാസം കൂടുമ്പോഴും ഇത് വരും. ഇപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്യൂമർ നോൺ ഡ്യൂറബിൾസ്, ഇതിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ഈ മേഖലയിലൊക്കെ ഒരുപാട് ഉയർച്ച വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാപിറ്റൽ ഗുഡ്സ് രജിസ്റ്റേർഡ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത്. ഓക്കെ, കണ്ടിന്യൂയിങ് സ്ട്രോങ് ഇൻ ദ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി. നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സ് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ കൂട്ടാന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ്. പിന്നെ ഇലക്ട്രിസിറ്റി സെക്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 25 മാസത്തെ ഹൈ ആണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഇലക്ട്രിസിറ്റി നല്ല രീതിയിൽ പ്രൊഡക്ഷനും ആ മേഖല നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു കാരണമുണ്ട്. കാരണം ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് ഹീറ്റ് വേവ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി സെക്ടർ നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ മൈനിങ് സെക്ടർ റിട്ടേൺ ടു ഗ്രോത്ത് ആഫ്റ്റർ 4 months ഓഫ് കോൺട്രാക്ഷൻ. മൈനിങ് ആക്ച്വലി ആ ഒരു ഇൻഡസ്ട്രി ആ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ ആയിരുന്നു നമുക്ക് സംഭവിച്ചിരുന്നത്. അതായത് നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു. പക്ഷെ 4 മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പോസിറ്റീവ് ഗ്രോത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ആ ഒരു ഇൻഡെക്സിന്റെ ഇൻ ഡെപ്തിൽ നോക്കുമ്പോൾ. Then why it is important? The first thing, it indicates the industrial recovery and economic resilience. അതായത് നമ്മുടെ ഈ ഒരു ഗ്രോത്ത് കാണിക്കുന്നില്ലേ, നമ്മുടെ എക്കണോമി ഇൻഡസ്ട്രിയൽ മേഖലയിൽ റിക്കവറി സംഭവിച്ചിട്ടുണ്ട്. എക്കണോമി റിസൈലൻസും ഉണ്ട്. ദെൻ ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗവൺമെന്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയില്ല, നമ്മൾ എക്കണോമിയിൽ പഠിക്കുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട്, അതിന് റിസൾട്ട് വരുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഇറ്റ് ഓൾസോ ഡെമോൺസ്ട്രേറ്റ് ദ ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ഇവൻറ്റ്സ്. അതായത് ഹീറ്റ് വേവ് മുതലായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിഷ്യൻറ്റ് മൺസൂൺ, ഇത്തരം ക്ലൈമറ്റിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിസിറ്റി സെക്ടർ ഗ്രോത്ത് ചെയ്യാൻ കാരണം എന്താ? അതായത് ഹീറ്റ് വേവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് കൂടിയതുകൊണ്ടാണ്. സോ ക്ലൈമറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ചലഞ്ചസ്. പക്ഷേ ഇപ്പോൾ 7.3% ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഭാവിയിൽ കുറയാനും സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മുടെ എക്കണോമി കുറേ ഷോക്സ് നേരിടാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ദ ഡെഫിഷ്യൻറ്റ് മൺസൂൺ. നമ്മുടെ മൺസൂൺ കുറവാണ് ഇപ്രാവശ്യം. സോ പല അഗ്രികൾച്ചർ കുറയും. അഗ്രികൾച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മറ്റ് ഇൻഡസ്ട്രീസിന് പ്രശ്നം വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഡെഫിഷ്യൻറ്റ് മൺസൂൺ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രോത്ത് ഇനി ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അടുത്തത് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ്. ഇറാൻ ആൻഡ് US തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് വരാൻ സാധ്യത, നമ്മുടെ എനർജി സെക്യൂരിറ്റിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. സോ അത് ഇൻഫ്ലേഷണറി പ്രഷറിലോട്ട് നയിക്കും. നമ്മുടെ സാധനങ്ങളുടെ വില കൂടാനും മറ്റുള്ളതിനും കാരണമാക്കും. ഓക്കെ, ദെൻ ഹെവി റിലയൻസ് ഓൺ ദ ഗവൺമെന്റ് സ്പെൻഡിങ് റൈസസ് ഫിസ്ക്കൽ കൺസേൺസ്. ഇതുപോലെ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം ഗവൺമെന്റ് ഒരുപാട് ഫിനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ഗ്രോത്ത് ഉണ്ടാകാൻ കാരണം. സോ ഇത് മേ ബി ഫിസ്ക്കൽ ഡെഫിസിറ്റിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. ഗവൺമെന്റിന് തന്നെ പൈസയ്ക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഗവൺമെന്റ് പോളിസി ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അടുത്തത് കണ്ടിന്യൂ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇനി എന്താ പറയുന്നത് വെച്ചാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടുക. അപ്പം അങ്ങനെ ആകുമ്പോൾ അഗെയിൻ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് വരും. പക്ഷേ ഫിസിക്കൽ ഡെഫിസിറ്റ് വരാണ്ട് നമുക്ക് നോക്കണം, ഫിസിക്കൽ കൺസേൺസ് വരാണ്ട് നോക്കണം.
boost domestic demand and private investment. Then resilience against global shocks and climate related disruption. നമുക്ക് മൺസൂണൊക്കെ കുറയാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം ഷോക്സുകൾ നേരിടാനുള്ള അബ്സോർബ് ചെയ്യാനുള്ള രീതിയിൽ ഗവൺമെൻറ് ഒരുപാട് ഓൾറെഡി കുറച്ച് പോളിസീസ് എടുത്ത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ തേർഡ് ന്യൂസ്, അതായത് റീസെന്റ് ഫ്ലഡ്സ് ഇൻ ദ ആസാം, നാഗാലാൻഡ്, ഉത്തരാഖണ്ഡ് റിവ്യൂഡ് ഡിസ്കഷൻ ഓൺ ദ ക്ലൗഡ് ബേഴ്സ്റ്റ്. അതായത് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഫിനോമിനാണ്, മേഘവിസ്ഫോടനം എന്ന് മലയാളത്തിൽ പറയും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് മഴ പെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഉത്തരാഖണ്ഡ് ഹില്ലി റീജിയൻസ്, ഇപ്പോൾ ഇവിടെ തന്നെ ഉത്തരാഖണ്ഡ്, അസം, മേഘാലയ, അല്ലെങ്കിൽ നമുക്ക് ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഇവിടെയൊക്കെ ഫ്ലാഷ് ഫ്ലഡുകളും ബിക്കോസ് ഓഫ് ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാകാറുണ്ട്. ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഫ്ലഡ് ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു ടേം പല സമയത്ത് ഇപ്പം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാകുന്നു. ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായതിനു ശേഷം ക്ലൗഡ് ബേഴ്സ്റ്റ് നല്ലൊരു മഴ ലഭിച്ചു. ഫസ്റ്റ് തിങ്, നല്ലൊരു മഴ ലഭിച്ചു. ആ മഴ ലഭിച്ചപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾക്ക് നാശം സംഭവിച്ചു. ഓക്കെ, ഒരുപാട് പ്രദേശങ്ങൾ മരിച്ചു. പക്ഷേ അപ്പോൾ ഗവൺമെൻറ് പറയും അത് ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായതാണ്, നേച്ചറിൻ്റെ ഇവൻ്റ് ആണ്, അപ്പോൾ അതങ്ങനെ ഉണ്ടായിപ്പോയി. ഓക്കെ, അതുകൊണ്ടാണ്. ആക്ച്വലി അത് ക്ലൗഡ് ബേഴ്സ്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഇത്ര നാശം വിതയ്ക്കാൻ കാരണം ക്ലൗഡ് ബേഴ്സ്റ്റ് ആണെന്ന് നിർബന്ധമില്ല. മേ ബി ക്ലൗഡ് ബേഴ്സ്റ്റ് അല്ല ഉണ്ടായിരിക്കുന്നത്, നല്ല മഴയല്ല ലഭിച്ചേക്കുന്നത്, മറിച്ച് അവിടുത്തെ കുറേ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് കാരണമായിരിക്കും. അതായത് റിവർ ബാങ്ക് എൻക്രോച്ച്മെൻറ്റ്, അതായത് റിവർ ഒഴുകുന്ന സ്ഥലത്ത് വീടുകളും കാര്യങ്ങളൊക്കെ പണിയുന്നു, അങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഒക്കെ കൊണ്ടുവന്ന, അപ്പോൾ അത് കാരണമാണ് ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് കൂടാൻ കാരണം. അല്ലാതെ ഗവൺമെൻറ് ചില സമയത്ത് അത് ക്ലൗഡ് ബേഴ്സ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്ന് ചില സമയത്ത് മിസ്യൂസ് ചെയ്യുന്നു. സോ നമുക്ക് എന്താണ് ഈ ക്ലൗഡ് ബേഴ്സ്റ്റും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ക്ലൗഡ് ബേഴ്സ്റ്റിൻ്റെ ഡെഫിനിഷൻ, ഇത് ജോഗ്രഫിയിലെ ഒരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. ക്ലൗഡ് ബേഴ്സ്റ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ 1 ഹവറിനുള്ളിൽ 10 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചാൽ ഇൻ എ സ്മോൾ ഏരിയ, ഒരു ചെറിയ ഏരിയ, അതായത് 20 മുതൽ 30 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിച്ച ഏരിയ വി വുഡ് കോൾ ഇറ്റ് ആസ് എ ക്ലൗഡ് ബേഴ്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം മഴ ലഭിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെട്ടെന്നല്ല പെയ്യുന്നത്. ഒരുപാട് മഴ പെട്ടെന്ന് പെയ്യുമ്പോൾ ഈ ഭൂമിക്ക് അത് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള സമയമില്ല. ഓക്കെ, അപ്പോൾ ഫ്ലഡ് വരും, മീൻസ് അത് ഒഴുകിപ്പോയിട്ട് ഫ്ലഡ് വരും. ഓക്കെ, ദെൻ ഇനി ക്ലൗഡ് ബേഴ്സ്റ്റ് ഇങ്ങനൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഒരു പ്രപ്പോസലും കൂടി IMDയുടെ ഭാഗത്തു നിന്നുണ്ട്. നമുക്കൊരു മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു മണിക്കൂറിൽ ഇത്രയും ചെറിയൊരു ഏരിയയിൽ 5 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുകയാണെങ്കിലും ദാറ്റ് ഷുഡ് ബി കോൾഡ് ആസ് എ മിനി ക്ലൗഡ് ബേഴ്സ്റ്റ് എന്നൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സോ ദിസ് ഇസ് എ ക്ലൗഡ് ബേഴ്സ്റ്റ് ആൻഡ് മിനി ക്ലൗഡ് ബേഴ്സ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാകുക എന്ന് നോക്കാം. ഫസ്റ്റ് തിങ്, വാം മോയ്സ്ചർ ലേഡൻ എയർ റൈസസ് റാപ്പിഡ്ലി ഇൻ ഹിൽ ഏരിയാസ് ഓറോഗ്രാഫിക് ലിഫ്റ്റിംഗ് ഫോഴ്സസ്. അതായത് ഇവിടെ ഒരു വാട്ടർ ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം. സോ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കൂടുമ്പോൾ ദാറ്റ് ഇവാപ്പറേറ്റ്, നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന കൺവെക്ഷനിലോട്ട് നയിക്കും. ദെൻ അവിടെ ഒരു മലയുണ്ടെന്ന് വിചാരിക്കുക. ദെൻ ദിസ് മോയ്സ്ചർ ലാഡൻ എയർ ഈസ് ഫോഴ്സ്ഡ് ടു റൈസ്. നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കാറുണ്ട്, നമുക്ക് പല കൈൻഡ് ഓഫ് പ്രെസിപ്പിറ്റേഷൻ പഠിക്കുമ്പോൾ ഓറോഗ്രാഫിക് പ്രെസിപ്പിറ്റേഷൻ, ഫ്രണ്ടൽ പ്രെസിപ്പിറ്റേഷൻ, അല്ലെങ്കിൽ കൺവെക്ഷണൽ പ്രെസിപ്പിറ്റേഷൻ ഒക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം, ഇതുപോലെ എയർ ഈസ് ഫോഴ്സ്ഡ് ടു റൈസ്, ദിസ് മോയ്സ്ചർ ലാഡൻ എയർ ഈസ് ഫോഴ്സ്ഡ് ടു റൈസ്. ഈ ഒരു അപ് ഡ്രാഫ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ എയർ മുകളിലോട്ട് പോകുമ്പോൾ അത് തണുക്കും, മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നു, അത് തണുക്കുന്നു, ആ എയർ വെള്ളത്തുള്ളികളായിട്ട് മാറും. ഓക്കെ, വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ നിന്ന് നല്ല രീതിയിൽ അപ് ഡ്രാഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മഴയായിട്ട് പെയ്യില്ല. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്ത് വരുന്നു, പക്ഷെ നല്ല അപ് ഡ്രാഫ്റ്റ് താഴെ നിന്നുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മഴയായിട്ട് പോകത്തില്ല. അതായത് ഒരുപാട് വെള്ളം ഇങ്ങനെ തങ്ങി നിൽക്കും. എപ്പോഴാണോ ഈ അപ് ഡ്രാഫ്റ്റ് കുറയുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ മേഘത്തിന് ഇത്രത്തോളം വെള്ളം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നില്ല, തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒറ്റയടിക്ക് താഴോട്ട് മഴയിട്ട് പെയ്യും. ഓക്കെ, ഭയങ്കര ഒരു മോട്ടറൊക്കെ അടിക്കുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കും നമുക്ക്. അതായത് അത്രയും വെള്ളത്തുള്ളികൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് വീഴും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ദ ക്ലൗഡ് ബേഴ്സ്റ്റ്.
അപ്പോൾ ഇതൊരു ചുരുങ്ങിയ ഒരു ചെറിയൊരു പ്ലേസിൽ ഇങ്ങനെ ഒരു ഫിനോമിനൻ ഉണ്ടാകാറ്, പ്രത്യേകിച്ച് ഈ മൗണ്ടേനിയസ് റീജിയനിൽ ഉണ്ടാകാറ്. ഓക്കെ, ദെൻ വൈ ആർ ക്ലൗഡ് ബേഴ്സ്റ്റ് ഇൻക്രീസിങ്? എന്തുകൊണ്ടാണ്? ഫസ്റ്റ് തിങ് ഇസ് ദ ഗ്ലോബൽ വാർമിംഗ്. ഞാൻ പറഞ്ഞില്ലേ, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ മോയ്സ്ചർ കൂടും അറ്റ്മോസ്ഫിയറിൽ, സോ അത് നയിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ മോയ്സ്ചർ കൂടുന്നുണ്ട്. ദെൻ ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പർട്ടിക്കുലർലി വർണബിൾ ആയിട്ടുള്ളത് മൗണ്ടേനിയസ് സ്റ്റേറ്റ് ലൈക്ക് ദ ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ആൻഡ് ഉത്തരാഖണ്ഡ്. വൈ ആർ ക്ലൗഡ് ബേഴ്സ്റ്റ് ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ്? ഈ ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടാകുന്നത് പെട്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു സുനാമി ആണെങ്കിലും പിന്നെ ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിലും നല്ലൊരു സാധാരണ വലിയൊരു മഴ ഇവിടെ ലഭിക്കാൻ സാധ്യത, ഇപ്പോൾ നമ്മൾ റെഡ് അലേർട്ട്, ബ്ലൂ അലേർട്ട് ഒക്കെ പറയും. പക്ഷേ ക്ലൗഡ് ബേഴ്സ്റ്റ് മാത്രം പെട്ടെന്ന് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് തിങ്, ഇറ്റ് ഈസ് ഹൈലി ലോക്കലൈസ്. അതിൻ്റെ കാരണം പറയണ്ട. അതായത് നമുക്ക് ഇപ്പോൾ IMD ഒക്കെ നമ്മൾ ഒരു വെതർ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഈ അറ്റ്മോസ്ഫിയറിനൊക്കെ അല്ലെങ്കിൽ പ്ലേസസിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഗ്രിഡുകളായിട്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. പക്ഷേ അപ്പോൾ ആ ഗ്രിഡിലാണ് അവർ നോക്കുക എത്രത്തോളം ആ ഒരു പ്ലേസ് ഒക്കെ ഓരോ പ്ലേസും ഓരോ ഗ്രിഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാലുവേറ്റ് ചെയ്യും, അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ഗ്രിഡിൻ്റെ തന്നെ ചെറിയൊരു മേഖലയിലായിരിക്കും ഇതുപോലെ ഒരു ഫിനോമിനൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഫോർകാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ഏർലി വാർണിംഗ് കൊടുക്കാനും ഇതിവിടെ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയാനും പെട്ടെന്ന് പറ്റത്തില്ല. നമുക്ക് കുറേ റഡാർ ഉണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഹൈലി ലോക്കലൈസ്ഡ്, ചെറിയ സ്ഥലത്ത് ഉണ്ടാകുന്നത്. സോ ഇറ്റ് സ്മോളർ ദാൻ വെതർ മോഡൽ ഗ്രിഡ് സൈസ്, ദെൻ ഡെവലപ്ഡ് വെരി റാപ്പിഡ്. ഇത് പെട്ടെന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയമില്ല അത് ഏർലി വാർണിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഇനി മൗണ്ടേനിയസ് ടെറൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാർ ബ്ലൈൻഡ് സ്പോട്സുകളാണ്, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസും കുറവാണ്. അതായത് മൗണ്ടേനിയസ് റീജിയനിൽ ഒരു ടെറൈൻ കാരണം നമുക്ക് റഡാർ ഫെസിലിറ്റീസ് അവിടെ കുറവാണ്. അപ്പോൾ റഡാർ ബ്ലൈൻഡ് സ്പോട്ടാണെന്ന് പറയും. ഇപ്പോൾ മൗണ്ടേനിയസ് റീജിയനിൽ എന്താണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് റഡാറിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹൈ റെസൊല്യൂഷൻ വെതർ മോഡൽസും ഗ്രേറ്റർ കമ്പ്യൂട്ടിംഗ് പവറും നമുക്ക് ആക്ച്വലി വേണം. ഓക്കെ, ദെൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് നോക്കാം. ഇത് ഈ ഒരു മേഖലയിൽ മിഷൻ മൗസം എന്ന് പറയും. അതായത് വെതർ ഫോർകാസ്റ്റിംഗ് ക്യാപ്പബിലിറ്റീസ് കൂട്ടാൻ വേണ്ടി വന്നേക്കുന്ന ഒരു സ്കീമാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ് ആണ് മിഷൻ മൗസം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഡോപ്ലർ വെതർ റഡാർ, അതായത് ഇതുപോലെ അറ്റ്മോസ്ഫിയറിക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റഡാറാണ് ഡോപ്ലർ വെതർ റഡാർ എന്ന് പറയുന്നത്. അത് കുറേ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ വെതർ പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിൽ. ദെൻ പ്രൊമോട്ടിംഗ് നൗ കാസ്റ്റിംഗ്, അതായത് ഷോർട്ട് ടേം വെതർ അലേർട്സ് എവറി ഫ്യൂ ഇയേഴ്സ്. അതായത് നമുക്ക് ഫോർകാസ്റ്റിങ്ങും നൗ കാസ്റ്റിംഗ്, ഓക്കെ ഫോർകാസ്റ്റിംഗ് മുന്നേ വരെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നൗ കാസ്റ്റിംഗ് വിത്തിൻ 1 hour അല്ലാന്നുണ്ടെങ്കിൽ വിത്തിൻ ഫ്യൂ അവേഴ്സ് 1 to 2 hours എന്ത് നടക്കും എന്ന് പെട്ടെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെയാണ് നൗ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നൗ കാസ്റ്റിംഗ് ഇതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസാസ്റ്റർ ഗവേണൻസ് ഇഷ്യൂസ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ പല സമയത്തും ഒരു ക്ലൗഡ് ബേഴ്സ്റ്റ് അല്ല അവിടെ നടന്നേക്കുന്നത്. നല്ല മഴ പെയ്തു അത്രേ ഉള്ളൂ, അല്ലാണ്ട് ക്ലൗഡ് ബേഴ്സ്റ്റിന് നടന്നിട്ടില്ല. 10 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ഒരു മണിക്കൂറിൽ ആ പ്രദേശത്ത് നടക്കണമെന്നില്ല. ആ ഒരു പ്രശ്നം ശരിക്കും അവിടെ ഫ്ലഡ് ഉണ്ടാവാൻ കാരണം അവിടുത്തെ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസ് ആയിരിക്കാം, എൻക്രോച്ച്മെന്റ് ഓഫ് റിവർ ബെഡ്സ് ആക്കാം, ഡിഫോറസ്റ്റേഷൻ ആയിരിക്കാം, അതായത് വെള്ളത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റാണ്ട് വെള്ളം ഒഴുകി പോകുന്നത് വരാം, പുവർ ഡ്രെയിനേജ് സിസ്റ്റംസ് ആക്കാം, ഏർലി വാർണിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫ്ലഡ് ഉണ്ടാകാൻ കാരണം. അല്ലാതെ എല്ലാതും ക്ലൗഡ് ബേഴ്സ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആയിരിക്കും മേ ബി കാരണം. അപ്പോൾ ഗവൺമെന്റ് മെയിനായിട്ട് ഇത് മിസ്യൂസ് ചെയ്യാറുണ്ട്. കാരണം 2025 ധരാലി ഫ്ലഡ് ഉണ്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ. അത് ആദ്യം ക്ലൗഡ് ബേഴ്സ്റ്റ് പറഞ്ഞു, പിന്നീടാണ് അതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊക്കെ അത് ക്ലൗഡ് ബേഴ്സ്റ്റ് അല്ല ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. സോ ദ ചലഞ്ചസ് സ്പാർസ് വെതർ മോണിറ്ററിംഗ് ഹിമാലയൻ റീജിയൻ, ഇതിനെ കുറച്ച് ചലഞ്ചസ് ആണ് പറയുന്നത്. ഹിമാലയൻ റീജിയനിൽ ആണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. മൗണ്ടൻസ് റീജിയനിൽ അവിടെ ആക്ച്വലി മോണിറ്ററിംഗ് സിസ്റ്റംസ് വളരെ കുറവാണ്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ഇത് ഭയങ്കര പ്രശ്നം ആക്കുന്നുണ്ട്. അൺപ്ലാനഡ് അർബനൈസേഷൻ അല്ലെങ്കിൽ ഹസാർഡ് പ്രോൺ ഏരിയാസിന്റെ മാപ്പിംഗ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ അൺപ്ലാൻഡ് അർബനൈസേഷൻ നടക്കുന്നതിന്റെ എഫക്റ്റ് കൂടുന്നു. ദെൻ വീക്ക് എൻഫോഴ്സ്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ റെഗുലേഷൻ, നിലവിലുള്ള റെഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ദെൻ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് അറ്റ് ദ ലോക്കൽ ലെവൽ ഇപ്പോൾ പഞ്ചായത്ത് ലെവലിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള പ്രിപ്പയർനെസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ എഫക്റ്റ് കൂട്ടുന്നു. ദെൻ വാട്ട് ഈസ് ദ വേ ഫോർവേഡ്? നമ്മൾ എന്ത് ചെയ്യണം? ഹൈ റെസൊല്യൂഷൻ വെതർ ഒബ്സർവേഷൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുക, നൗ കാസ്റ്റിംഗ് പ്രൊമോട്ട് ചെയ്യുക, ലാൻഡ് യൂസ് പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യുക ഒരു റീജിയൻ പ്ലാൻ ചെയ്യുമ്പോൾ. ദെൻ റിവർ ബെഡ് എൻക്രോച്ച്മെന്റുകൾ തടയുക. ദെൻ
എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ. ഇപ്പം ഡിഫോറസ്റ്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അഫോറസ്റ്റേഷൻ നടപ്പിലാക്കുക. ഡിഫോറസ്റ്റേഷൻ നടന്ന എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ വേരുകൾ ഈ മണ്ണൊക്കെ പിടിച്ചെടുത്താറുണ്ട്, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒരു പരിധിവരെ വേരിൻ്റെ അടിയിൽ കൂടെ താഴോട്ട് പോകാറുണ്ട്. പക്ഷേ ഡിഫോറസ്റ്റേഷൻ കാരണം ഇത് മുഴുവൻ ഒഴുകി പോകുന്നു. സോ അഫോറസ്റ്റേഷൻ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഡിസാസ്റ്റർ റിസൈലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിറ്റി പ്രിപ്പയർഡ്നെസ്. ഒരു ഇഷ്യൂ വരാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസാസ്റ്റർ കമ്മ്യൂണിറ്റിയോട് പ്രിപ്പയർഡ് ആയിരിക്കും. ഇതൊക്കെ എൻഷുവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ന്യൂസ്. The article argues that AI should become India's fourth digital public infrastructure. നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് നിലവിലുണ്ടെന്ന് പറയും ഇന്ത്യക്ക്. ഫസ്റ്റ് തിങ് ഇസ് ദ ആധാർ. ഇറ്റ് ഈസ് ഫോർ ഐഡന്റിറ്റി. UPI ഫോർ പേയ്മെന്റ് ആൻഡ് ഡേറ്റ, അതായത് ഡാറ്റ എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഡാറ്റ ഷെയറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറയാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാലാമത്തെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആകണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് AI ഇൻ്റർഫറൻസ് എഫോർഡബിൾ ആൻഡ് വൈഡ്ലി ആക്സസിബിൾ. നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഫോർഡബിൾ ആയിരിക്കണം, എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റണം. എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇത് നാലാമത്തെ പില്ലറാക്കി കഴിഞ്ഞാൽ അതിനെല്ലാം ഹെൽപ്പ് ആണ്. സോ ഇത് ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ്. സോ why should be the next DPI? Why AI? AI, artificial intelligence, next digital public infrastructure എന്ന് പറയുന്നത് കൊണ്ടാണ്. First thing, AI is becoming a foundational economic infrastructure similar to electricity and internet. നമുക്ക് ഇലക്ട്രിസിറ്റിയും ഇന്റർനെറ്റും പോലെ ഒരു അത്യാവശ്യ ഒരു കാര്യമായി മാറിയിരിക്കുക. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പോൾ ChatGPT യൂസ് ചെയ്യുന്നവരാണെങ്കിലും ജെമിനി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഗ്രോക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരും എല്ലാവർക്കും ഇതൊക്കെ ഭയങ്കര ഡെയിലി ഇന്റർനെറ്റ് പോലൊരു ഫെസിലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് എഫോർഡബിൾ AI എഫോർഡബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗവേണൻസിനെ പ്രൊമോട്ട് ചെയ്യും, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യും, ഹെൽത്ത് കെയർ ഫെസിലിറ്റി, അഗ്രികൾച്ചർ, MSME സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ ഇൻഇക്വാളിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നല്ല റോളുണ്ട്. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് വി നീഡ് ടു ഇൻക്ലൂഡ് ഇറ്റ് ആസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. സോ റെക്കമെൻഡേഷൻസ്, ഫസ്റ്റ് തിങ് ഇസ് ഈ ആർട്ടിക്കിൾ പറഞ്ഞ റെക്കമെൻഡേഷൻ ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഇത് ഒന്നത് എഫോർഡബിൾ കമ്പ്യൂട്ടിംഗ് ആക്കുക, അത് AI കമ്പ്യൂട്ടിംഗ് ആക്കുക, എഫോർഡബിൾ ആക്കുക, എല്ലാവർക്കും ആക്സസിബിൾ ആക്കുക, അത് നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാനിൻ്റെ ഒരു ഭാഗമാക്കുക. AI ഡാറ്റാ സെൻറ്റേഴ്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയും. അത് ഭയങ്കര എനർജി വേണ്ട ഒരു സംഭവം, ഒരുപാട് ഇലക്ട്രിസിറ്റി വേണ്ട ഒരു സംഭവങ്ങളാണ് ഡാറ്റാ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നാഷണൽ ഇലക്ട്രിസിറ്റി പ്ലാനിൻ്റെ ഭാഗമാക്കുക. ഓക്കെ, ദെൻ ഓപ്പൺ സോഴ്സ് AI മോഡൽസ്. ഓപ്പൺ സോഴ്സ് AI മോഡൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്പൺ സോഴ്സ് AI മോഡൽസ് ഒക്കെ കൊണ്ടുവരാം. ദെൻ ഫ്രീ മന്ത്ലി AI യൂസേജ് ക്രെഡിറ്റ് ഫോർ, അതായത് സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും സ്റ്റാർട്ടപ്സിനൊക്കെ AI ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ ടെക്നോളജി AI തന്നെ ഇപ്പോൾ എല്ലാം നമുക്ക് പൈസ കൊടുത്ത് എല്ലാം ഫ്രീ അല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനും അവൈലബിൾ ആക്കുക. ഫ്രീ മന്ത്ലി AI യൂസേജ് ഉറപ്പുവരുത്തുക, സ്റ്റുഡൻസ്, സ്റ്റാർട്ടപ്സ് ആൻഡ് ഓൾസോ ഫോർ ദ റിസർച്ചേഴ്സ്. ഇതിൻ്റെ റെക്കമെൻഡേഷൻ ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവേണൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എക്കണോമി തുടങ്ങിയ എല്ലാ മേഖലയിലും ദാറ്റ് വുഡ് ഹെൽപ്പ്. ഓക്കെ, എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് റീഡ് ദാറ്റ്. ദെൻ വാട്ട് ആർ ദ ചാലഞ്ചസ്? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമ്മൾ നാലാമത്തെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആക്കി മാറണം ഇന്ത്യയിൽ. പക്ഷേ we are facing some challenges. First, in the high energy requirements. നമ്മൾ ആക്ച്വലി ഒരു ChatGPTയിൽ നമ്മളൊരു സെർച്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കും ഒരു കാര്യം, ആക്ച്വലി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഇസ് യൂസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതെ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ ChatGPT യൂസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, സെർവേഴ്സൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങൾ, അത് ചൂടാവാതിരിക്കാനായിട്ട് ഇതെല്ലാം വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഓക്കെ, വെള്ളത്തിലാണ് ഈ പല ഡാറ്റാബേസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഇരിക്കുന്നത്. സോ ഈ വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ ആക്ടിങ് ആസ് എന്താ പറയുക, അത് തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരു കൂളൻ്റ് പോലെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൻ്റെ ഇടയിൽ അങ്ങനെ മീൻസ് ഇതുവരെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ ഇടയിലാണ് ഈ സാധനങ്ങൾ മുഴുവൻ ഇട്ട് വെച്ചിരിക്കുന്നത്. സോ ഈ വെള്ളം കുറച്ച് കഴിയുമ്പോൾ പൊല്യൂട്ടഡ് ആവും. ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു, ഒഴുകി കഴിയുമ്പോൾ എൻവിറോൺമെൻറ്റൽ കൺസേൺസ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി പ്യൂരിഫൈ ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ പുറത്തേക്കൊക്കെ വിടാൻ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഓൾറെഡി. സോ എനർജി കൺസംഷൻ ഇസ് വെരി വെരി ഹൈ.
ദെൻ ഡിപ്പെൻഡൻസ് ഓൺ ദ ഫോറിൻ ഫ്രോണ്ടിയർ AI മോഡൽസ്. നമ്മൾ ഡെവലപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഡാറ്റ പ്രൈവസി, സൈബർ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്തണം. ദെൻ അഡ്വാൻസ്ഡ് AI ചിപ്സ് യൂസ് ചെയ്യണം. സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് അയക്കണം. റോബസ്റ്റ് AI ഗവേണൻസ് ആൻഡ് എത്തിക്കൽ സേഫ് ഗാർഡ്സും നമുക്ക് ഉറപ്പുവരുത്തണം. വെറുതെ ഒരു AI യൂസ് ചെയ്തിട്ട് എത്തിക്കൽ കൺസേൺസ് ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തിയേ പറ്റും. അല്ലാതെ വെറുതെ നമ്മുടെ AI വെറുതെ യൂസ് ചെയ്ത് എത്തിക്കൽ കൺസേൺസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. ദെൻ ദ ലാസ്റ്റ് ന്യൂസ്, അതായത് സുപ്രീം കോടതിയിൽ പെറ്റീഷൻസ് വന്നിട്ടുണ്ട്. അതായത് എലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ എലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെന്റ് കണ്ടീഷൻ സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് 2023. ഒരു ആക്ട്, അതായത് എലക്ഷൻ കമ്മീഷണേഴ്സിനെയും മറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് ഇലക്ഷൻ കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ആക്ടാണ്. അപ്പോൾ ഈ ആക്ടിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കുറച്ച് പെറ്റീഷൻസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയാം. ഓക്കെ, നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനൊക്കെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറൊക്കെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആര് വേണം അപ്പോയിന്റ് ചെയ്യാൻ എന്ന് തീരുമാനിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി നമുക്കുണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം എന്ന് സുപ്രീം കോടതി അനൂപ് ബാരൻവാൽ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് അനൂപ് ബാരൻവാൽ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞു, ഈ ഒരു സെലക്ട് ചെയ്യുന്ന ടീമിൻ്റെ അകത്ത് സെലക്ഷൻ കമ്മിറ്റിയുടെ അടുത്ത് പ്രൈം മിനിസ്റ്റർ ചെയർപേഴ്സൺ ആയിട്ട് വേണം, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോകസഭയിലെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ വേണം, ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇവർ 3 പേരായിരിക്കും വേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനെയല്ല വന്നത്. അതായത് ഇതിലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരം, ആക്ട് ഉണ്ടാക്കാനുള്ള അധികാരം പാർലമെന്റിനാണ് വന്നത്. പാർലമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് പകരം അവരെ എടുത്ത് കളഞ്ഞിട്ട്, ഓക്കെ, അതിന് പകരം ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ ആഡ് ചെയ്തു. അപ്പോൾ പ്രശ്നമില്ല. ഈ ക്യാബിനറ്റ് കാരണം ഇവരുടെ ഭൂരിഭാഗം ഇവർ 3 പേര് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ സെലക്ഷൻ കമ്മിറ്റിയിൽ ഭൂരിഭാഗം ആൾക്കാർ എന്താ തീരുമാനിക്കുന്നത് അതൊക്കെ ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. പ്രൈം മിനിസ്റ്ററിന്റെ പറയുന്നതായിരിക്കില്ലേ പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്തേക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്റർ എന്തുണ്ടാവുക? പ്രൈം മിനിസ്റ്റർ അല്ലേ, മീൻസ് മറ്റ് മിനിസ്റ്റേഴ്സിനെ ഓൾറെഡി റെക്കമെൻഡ് ചെയ്തിട്ട് അപ്പോയിന്റ് ചെയ്യിപ്പിക്കുന്നത് മറ്റേ പ്രസിഡന്റിനുമുണ്ട്. അപ്പോൾ ആക്ച്വലി പ്രൈം മിനിസ്റ്റർ പറയുന്നതായിരിക്കില്ലേ അവരുടെ മന്ത്രിസഭയിലുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ കേൾക്കുന്നുണ്ടാവുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ബയാസ്നെസ് വരാൻ സാധ്യത, ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ്റെ ആളുടെ വാക്കുകൾക്ക് മാത്രം വലിയ വില ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. സോ ഇതിന് പകരം ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററിന് പകരം ഒരു ന്യൂട്രൽ പേഴ്സണാണ് ലൈക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ ഈ അപ്പോയിൻമെന്റ് കുറച്ചും കൂടി ട്രാൻസ്പാരന്റും അക്കൗണ്ടബിളും ആകും. സോ സുപ്രീം കോടതി പറഞ്ഞു ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ടീവ് ഡോമിനൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് എക്സിക്യൂട്ടീവ് ഡോമിനൻസ് പറഞ്ഞാൽ ഗവൺമെന്റിലുള്ള ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. സോ എക്സിക്യൂട്ടീവ് ഡോമിനൻസ് ഉണ്ട്. ഒരു ന്യൂട്രൽ മെമ്പർ ഇതിൻ്റെ അകത്തില്ല. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിലുള്ള പബ്ലിക്കിന്റെ ട്രസ്റ്റ് കുറയും. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് ഹാസ് അതോറിറ്റി ടു ഫ്രെയിം ദ അപ്പോയിന്റ്മെന്റ് പ്രോസസ്. പാർലമെന്റിനാണ് അങ്ങനെ അപ്പോയിന്റ് ചെയ്യേണ്ട അധികാരം, അതിനുള്ള നിയമങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള അധികാരം, ജുഡീഷ്യറിക്കല്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് അതിൻ്റെ വില കൊടുത്തിട്ട് അനാവശ്യമായിട്ടുള്ള ഡിസിഷൻസ് പ്രൈം മിനിസ്റ്റർ എടുക്കില്ല. ഓക്കെ, അങ്ങനെ തന്നെ അനാവശ്യമായ ഡിസിഷൻ പ്രൈം മിനിസ്റ്റർ എടുക്കുമെന്ന് പ്രസ്യൂം ചെയ്യുന്നത് തന്നെ മോശമാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഓക്കെ, ദെൻ വൈ ദ ഇഷ്യൂ ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, ഇത് ഇഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ കമ്മീഷണറിൻ്റെ ഒക്കെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. ഓക്കെ, അത് നല്ലൊരു ട്രാൻസ്പാരൻറ്റ് പ്രോസസ്സ് കൂടെ വേണം ആക്ച്വലി നടപ്പിലാക്കാൻ. സോ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻഡിപെൻഡൻസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അത് ഗവൺമെന്റ് പറയുന്ന ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതൊരു ഇൻഡിപെൻഡന്റ് ബോഡി ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ ഇത്തരത്തിൽ നിലവിൽ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ അപ്ഹോൾഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, ഇലക്ടോറൽ ഇന്റഗ്രിറ്റി, പബ്ലിക് ട്രസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് മറക്കരുത്, അനൂപ് ബാരൻവാൽ ജഡ്ജ്മെന്റ് 2023. Okay, then we are giving a UPSC mains model question. You can answer this question and you can send to this mail. അങ്ങനെയാണെങ്കിൽ evaluate ചെയ്ത് തിരിച്ചയക്കേണ്ടതായിരിക്കും. Okay, then thank you.